ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്നിവിടെ മീൻ കറി ഇട്ട് വയ്ക്കണം. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കണം. പക്ഷേ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ ഉലുവ ഇട്ടു, ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. അത് നന്നായിട്ട് പച്ചമുളക് മാറി വരുമ്പോൾ തക്കാളിയും 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചിട്ട് അത് ഒഴിച്ചു. വേവാൻ വേണ്ടിയിട്ടാണ്, അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അപ്പോഴേക്കും നമ്മുടെ മീൻ പീരക്കായിരുന്നു. ഇനി ഈ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. നല്ലോണം വഴണ്ടി വരണം. ആ പച്ചമുളക് നല്ലോണം പോയതിന് ശേഷം മാത്രം അടുത്ത് എന്ത് ചെയ്യാം, പുളി ഒഴിക്കാം. ഇവിടെ ഞാൻ വാളംപുളി എടുത്തിട്ടുണ്ട്, കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുടംപുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിരുന്നു. കുടംപുളി ഒഴിച്ചു. അതിനുശേഷം വാളംപുളി നല്ലോണം പിഴിഞ്ഞ് വെച്ചു. ആവശ്യത്തിനുള്ള പുളി എടുത്താൽ മതി, ഓരോരുത്തർക്ക് ഓരോ പുളി ആയിരിക്കുമല്ലോ. അപ്പോൾ പുളിയൊക്കെ നല്ലോണം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് വരുമ്പോൾ ബാക്കി പണിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ടാൽ മതി. ഏത് മീനാണെന്ന് ചോദിക്കരുത്, ഏത് മീനെങ്കിലൊക്കെ ഇടാം. ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ഇനീഷ്യലൊക്കെ ഉള്ള അയിലാണ്. അപ്പോൾ ആ മീനൊക്കെ അതിലേക്കിട്ടു. ഇപ്പോൾ മീനിട്ടു. ഇനി അതിരുന്ന് അവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കി പണികൾ അടുക്കളയിൽ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ തീർത്തു. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിൽ ലേശം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി, പണി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്ത് മീൻ ബൈറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ. ബൈ.